ഹലോ, നമുക്ക് കേക്ക് ഉണ്ടാക്കിയാലോ? വലിയൊരു കേക്കൊന്നുമില്ല, വൈകുന്നേരം ഒരു ടീ കേക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അതിന് ബീറ്റർ ഓവനൊന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും കുറച്ച് ഐറ്റംസ് മാത്രം മതി. നല്ല ടേസ്റ്റിയുള്ള കേക്കാട്ടോ. ഇനി നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര, 250 ml കപ്പിൽ പകുതി പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നന്നായി പൊടിച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്ക് വാനില എസൻസ് ഇല്ലെങ്കിൽ ഈ സമയത്ത് 2 ഏലക്കായ ഇട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഇതുപോലെ ഒട്ടും തരികളില്ലാതെ തന്നെ ഇത് പൊടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി 250 ml കപ്പിലാണ്. ഇനി നിങ്ങൾക്ക് പകരം മൈദപ്പൊടി വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് മൈദപ്പൊടിയും ഗോതമ്പ് പൊടി രണ്ടും മിക്സ് ചെയ്തിട്ട് 1 കപ്പ് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. നമ്മൾ അപ്പത്തിന് വീട്ടിലേക്ക് ചേർക്കുന്ന സോഡാപ്പൊടി. അത് 1/2 ടീസ്പൂണാണ്. ടേബിൾ സ്പൂണിൽ വളരെ കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇനി പകരം നെയ്യോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂണ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ്, അത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു വളരെ കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ചേർത്താൽ മതി. പിന്നെ 1/4 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള പാൽ തന്നെയാണ്. ആദ്യം 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഐറ്റംസ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു പഞ്ചസാര പൊടിക്കുമ്പോൾ 2 ഏലക്കായ ചേർത്ത് കൊടുക്കുക എന്നുള്ളത്. ഏലക്കായ ചേർക്കാൻ പറഞ്ഞത് വാനില എസൻസ് ഇല്ലെങ്കിൽ ചേർക്കാം എന്നാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വാനില എസൻസ് മതിയെങ്കിൽ അങ്ങ് ചേർക്കാം, അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ ചേർക്കാം. ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. അതുപോലെ ഗോതമ്പ് പൊടി 1 കപ്പ് എടുത്ത് പകരം നിങ്ങൾക്ക് 1 കപ്പ് മൈദ എടുക്കാം, അല്ലെങ്കിൽ പകുതി ഗോതമ്പ് പൊടി പകുതി മൈദപ്പൊടിയും ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അതിന് പകരം വെളിച്ചെണ്ണ ഇല്ലാത്ത ബട്ടറോ അല്ലെങ്കിൽ സ്മെല്ലില്ലാത്ത ഓയിൽ ഏത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് ഒഴിക്കാനുള്ള സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു കണക്കിൽ 3 ഗ്ലാസ് മാവേ ഉണ്ടാവുള്ളൂ. ഇനി അഥവാ എക്സ്ട്രാ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഞാനൊരു ചെറിയ ഗ്ലാസ്സും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ബ്രഷ് ചെയ്താലും മതി. ഇതുപോലെ ഓയിൽ തേച്ച് കൊടുത്താലും പെട്ടെന്ന് നമുക്കിത് വിട്ട് കിട്ടുള്ളൂ. അതിലങ്ങനെ തേച്ച് കൊടുക്കുന്നത്. അങ്ങനെ 4 ഗ്ലാസ് ഞാൻ ഓയിൽ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് മൈദപ്പൊടി ഇട്ടിട്ട് എല്ലാം ഒന്ന് തട്ടി കൊടുക്കും. നമ്മൾ ബട്ടർ പേപ്പറിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ സാധാരണ ബേക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ ചെയ്യാറുണ്ട്. ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ആവാൻ വേണ്ടിയാണ്, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മാവ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 ഭാഗത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം പൊങ്ങി വരും. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്താൽ എന്താ സംഭവിക്കാമെന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് മൊത്തത്തിൽ എന്താ പറയുക, ഫ്ലോപ്പായി പോകും. പിന്നെ ഇത് ഞാൻ വലിയൊരു കേക്കാണെന്നില്ല, നമുക്ക് കുട്ടികൾക്ക് വൈകുന്നേരം കഴിക്കാൻ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കേക്ക്, ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുഞ്ഞു കേക്ക്. ഒരുപാട് സംഭവങ്ങളും ഇതിൽ മുട്ടയൊന്നും ആവശ്യമില്ലാത്തൊരു കേക്ക്. ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റംസുകൾ ചേർത്തിട്ടുള്ളൊരു കേക്കാണ്. അല്ലാതെ വലിയ വില കൂടിയ ഐറ്റംസൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഗോതമ്പ് പൊടി, പാല്, പഞ്ചസാര അങ്ങനത്തെ സംഭവം ചേർത്തിട്ടുള്ള ഒരു കുഞ്ഞു കേക്കാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഒന്ന് ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ മാവ് ഒഴിച്ചപ്പോൾ ആകെ 3 ഗ്ലാസ് മാത്രമേ തികഞ്ഞുള്ളൂ. എനിക്കറിയാവുന്ന 3 ഗ്ലാസ് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അങ്ങനെ അതെല്ലാം ഒഴിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യേണ്ട. നമ്മൾ കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് ഇതുപോലൊരു എന്തെങ്കിലും സംഭവം വെച്ച് കൊടുക്കുക താഴത്ത്. ഞാൻ അതിൻ്റെ മുകളിൽ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്ന ടിന്നാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി. അതെൻ്റെ കയ്യിൽ കുക്കറിന് പാകമാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഈ 3 ഗ്ലാസും വെച്ചിട്ടുണ്ട്. അങ്ങനെ കുക്കറിൻ്റെ വിസിൽ, അതായത് വെയിറ്റ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്, അത് മറക്കരുത്. എന്നിട്ട് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക അത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. പപ്പടക്കുലൊന്ന് കുത്തി നോക്കിയാൽ മതി. ആയിട്ടില്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടി എക്സ്ട്രാ വെച്ചാൽ മതി, അപ്പോൾ ആയി കിട്ടും. ഇതൊരു 30 മിനിറ്റ് ആയപ്പോഴാട്ടോ അത് വെന്ത് കിട്ടിയത്. ഇങ്ങനെ പപ്പടക്കുല കുത്തി നോക്കുമ്പോൾ അത് മാവ് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ എല്ലാ കേക്കിലും കുത്തി നോക്കുന്നുണ്ട്. സെൻട്രലിലാണ് നമ്മൾ ഫസ്റ്റ് കുത്തി നോക്കേണ്ടത്. അവിടെ വെന്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവിടെ വെന്തിട്ടുണ്ടാകും. ഞാൻ സെൻട്രലിലും എല്ലാ ഭാഗത്തും കുത്തി നോക്കിയിട്ടുണ്ട്. അങ്ങനത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നന്നായി ചൂട് പോയതിന് ശേഷം മാത്രം ഗ്ലാസ്സിൽ നിന്ന് ഇത് വേറിട്ട് കിട്ടുള്ളൂ. അതിനായി ചൂടുള്ള സമയത്ത് തന്നെ അത് കുത്തി ഇളക്കരുത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇത് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് ചൂട് പോകും. നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കിട്ടും. നമ്മൾ നേരത്തെ ഓയിൽ ചേർത്തത് അതിനാണ്, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലാസ്സിൽ ഓയിൽ തേച്ചത്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. നല്ല സൂപ്പർ കേക്കാണ്. ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയ കേക്കാണെന്നൊന്നും പറയില്ല. നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ കേക്കൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള കേക്കാണ്. അങ്ങനെ നമ്മൾ ഒന്ന് എടുത്തു. ഒന്ന് നമ്മളവിടെ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള വെച്ചിട്ടുണ്ട്. 2 നമ്മളിങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട്.
നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്ന് ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ. അഥവാ അതങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഉണ്ടാക്കുന്നത് ഇഷ്ടമില്ലാതായി പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് ചൂട് പോയതിന് ശേഷം മാത്രം ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. പതുക്കെ എടുക്കണേ. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കേക്ക് അങ്ങനെ കിട്ടും കണ്ടോ. നല്ല ഭംഗിയുള്ള കേക്ക്, അടിയിൽ ഇതേപോലെ ബേക്കായിട്ട് നമ്മൾ ആവിയിലുണ്ടാക്കിയ കേക്ക് പോലെ ഇല്ല, നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ കിട്ടും. അങ്ങനെ നമ്മൾ കൂൺ കേക്ക് റെഡി ആയിട്ടുണ്ട്. ശരിക്കും കൂണിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട് അല്ലേ, മഷ്റൂമിൻ്റെ ഷേപ്പ്. 2 മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്ന് ഞാൻ അവിടെ വെച്ചിട്ട് കഴിഞ്ഞാൽ നേരത്തെ നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് അങ്ങനെ വെച്ചതേ ഉള്ളൂ. അകം എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ, നല്ല എന്താ പറയുക സോഫ്റ്റ് കേക്കാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്യാൻ മറക്കരുത്, ഒരു വട്ടം ഇത് ഉണ്ടാക്കി നോക്കൊണ്ടു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ ടേസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റർ ഉണ്ട്, ഒരു കുഞ്ഞു സുന്ദരിയാണ്. അവൾക്ക് ഞാൻ ഇതുപോലെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഞാൻ എന്തായാലും കൊണ്ടുപോയി കൊടുക്കും. ഞാൻ അവളോട് വേണോ ചോദിക്കണം. അപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ വീഡിയോ എടുക്കുന്നവർക്ക് മനസ്സിലായതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായി സംസാരിക്കോളൂ. അങ്ങനെ ആ കുഞ്ഞു ഗ്ലാസ്സിലെ കേക്ക് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്, ആ കുഞ്ഞു സുന്ദരിക്ക്. അങ്ങനെ അവൾ ടാറ്റയും പറഞ്ഞു പോയി. പിന്നെ ഈ കേക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ കേട്ടോ. താങ്ക്